യെസ്, നമ്മൾ കുറച്ചു മുമ്പ് ആളെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളുടെ കൂടെ ഒരുപാട് കാര്യങ്ങൾ ആള് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് റൈറ്റ് നോ എനിക്ക് ആൾക്ക് മനസ്സിലായി ഒരുപാട് റാങ്ക് കാര്യങ്ങളൊക്കെ ആളുടെ കയ്യിലുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് എന്താണെന്ന് ആളുടെ ഉമ്മച്ചിയെ നമ്മളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. യെസ്. യെസ്റ്റർ ക്ലാസ്സിൽ ടേം എക്സാമിൽ ഇപ്പോൾ റാങ്ക് ഹോൾഡർ ആണ്, ഫസ്റ്റ് റാങ്ക് ഹോൾഡർ ആണ്. ഓൾമോസ്റ്റ് മാത്സിൽ കണ്ടക്ട് ചെയ്യുന്ന എക്സാംസിലെല്ലാം അവൾക്ക് തന്നെയാണ് ക്ലാസ് ടോപ്പറും ഫസ്റ്റ് റാങ്ക് ഹോൾഡർ ആണ്. കോമ്പറ്റേറ്റീവ് എക്സാംസിലും ഒക്കെ മാത്സിൽ ടോപ്പ് സ്കോർ നേടാൻ പറ്റുന്നുണ്ട് ഇപ്പൊ എക്സാം വൈയിൽ ജോയിൻ ചെയ്തതിന് ശേഷം. സോ എക്സാം വൈ ലേണിംഗ് ആളുടെ ഒരു ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവന്നു എന്ന് ഉമ്മച്ചിയുടെ വാക്കുന്നല്ലേ നമുക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. സോ എങ്ങനെയാണ് അത് നോക്കി കാണുന്നത്? ഷുവർ. കാരണം നമുക്കൊരു ഫസ്റ്റ് ടൈം ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ എന്തെങ്കിലും ഒരു ഫൗണ്ടേഷൻ കോഴ്സ് അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ കോഴ്സ് വേണം എന്നുള്ളത് മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആകുമ്പോൾ നമുക്ക് കുറെ ഒരു കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. ഇത് വർക്ക് ആവുമോ, കുട്ടികൾക്ക് ഇനിയിപ്പോൾ ഒരു എക്സ്ട്രാ ഒരു ബേർഡൻ കൂടി ആവുമോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഒരിക്കലും അല്ല. എക്സാം ശരിക്കും അവൾക്ക് മാത്സ് ഒന്നും അവൾ അങ്ങനെ ഇരുന്ന് പ്രോബ്ലംസ് ചെയ്യുന്ന ഒരു ടൈപ്പല്ല. അവൾക്ക് കുത്തിയിരുന്ന് മാത്സ് ഒക്കെ പ്രത്യേകിച്ച് ഇങ്ങനെ ഒത്തിരി എഴുതി പഠിക്കണല്ലോ, അങ്ങനെ ഇഷ്ടമല്ല. പക്ഷെ ഇത് അവൾക്ക് ക്ലാസ്സസ് കേട്ടാൽ മതി, ദാറ്റ്സ് ഇനഫ്. അവൾക്ക് ആ കോൺസെപ്റ്റ്സ് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നതുകൊണ്ട് മാത്സിന്റെ ഒന്നും എക്സാമിന്റെ തലേന്ന് പ്രിപ്പയർ ചെയ്യുന്ന പരിപാടി ഇപ്പൊ ഇല്ല. പക്ഷെ ടോപ്പ് മാർക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ. ആൾക്ക് എന്താ പറയാനുള്ളത് എക്സാം വൈ ലേണിംഗ്? ഉമ്മച്ചി അത്രയും സന്തോഷത്തോട് കൂടിയിട്ടാണ് ആളെ കുറിച്ച് പറയുന്നത്. സോ എങ്ങനെയാണ് എപ്പോഴും നമ്മളുടെ മാത്സിലെല്ലാം നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യാൻ പറ്റുന്നുണ്ട്? അതെ, ക്ലാസ് വെച്ചിട്ട് ഞാൻ കുത്തിയിരുന്ന് എഴുതി പഠിക്കാറില്ല. പിന്നെ പരീക്ഷക്ക് ഞാൻ ക്ലാസ്സസ് ഒക്കെ കേട്ട് പോകുമ്പോ തന്നെ എനിക്ക് പിന്നൊക്കെ കോൺസെപ്റ്റ്സ് മനസ്സിലാവും. അപ്പൊ പെട്ടെന്ന് ഓർമ്മയിൽ എഴുതാനും കിട്ടും. കുത്തി എഴുതി പഠിക്കണ എനിക്ക് ഇഷ്ടമല്ല. അപ്പൊ ക്ലാസ് വെക്കുമ്പോ തന്നെ ഒക്കെ മനസ്സിലാവും. ഓൺലൈൻ ക്ലാസ്സസ് ആയപ്പോ ഡൗട്ട്ഫുൾ ആയിരുന്നോ റെഡിയാക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത്? ആദ്യം കുറച്ച് ഡൗട്ട് ഉണ്ടായിരുന്നത് വർക്ക് ആവോ ഇല്ലേന്ന്. പക്ഷെ പിന്നെ ക്ലാസ് ഒക്കെ അടിപൊളിയായിരുന്നു. പിന്നെ നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഒക്കെ മിസ്സിനോട് ചോദിച്ചാൽ മതി. അങ്ങനെ ഓക്കെ, നമ്മുടെ മെന്റേഴ്സ് ആൻഡ് ഫാക്കൽറ്റി ടീംസിന്റെ ഒരു ഹെൽപ്പോട് കൂടിയിട്ട് നമുക്ക് ഓൺലൈൻ ത്രൂ ആയിട്ട് തന്നെ ഏറ്റവും കൺവീനിയന്റ് ആയിട്ട് പഠിക്കാൻ പറ്റി എന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ആൻഡ് ഇനിയും ഇതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുക. നമ്മളുടെ റാങ്ക് ഹോൾഡിംഗ് ആകട്ടെ, എല്ലാ എക്സാംസിനും നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യുക. യെസ്, ഐ തിങ്ക് ഒരു ലോങ് ജേർണി കഴിഞ്ഞിട്ടാണ് ആള് എത്തിയിട്ടുള്ളത് അല്ലെ? സോ ഇത്രയും ഒരു ഡിസ്റ്റൻസ് കടന്ന് നമ്മളെ കാണാൻ വേണ്ടി നമ്മളെ മെന്റേഴ്സ് ആവട്ടെ, ഫാക്കൽറ്റീസ് ആവട്ടെ, നമ്മുടെ ഹോൾ ക്രൂവിനെ കാണാൻ വേണ്ടിയിട്ട് എത്തിയതിൽ ഒരുപാട് സന്തോഷം. സോ ഇനിയും നമ്മൾ മീറ്റിംഗ്സ് കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്യും, എല്ലാത്തിലും വരാം. സോ താങ്ക് യു സോ മച്ച്.